ഒരു കല്യാണത്തിന് പോകുമ്പോൾ നമ്മൾ ഒരു മിനിറ്റ് കൊണ്ട് ഇതുപോലെ മുല്ലപ്പൂവൊക്കെ തലയിൽ സെറ്റാക്കി പോവാന്ന് പറയുന്നത് ഓരോ അമ്മമാരുടെ സ്വപ്നം മാത്രമായിരിക്കില്ലേ. എന്നാൽ ആ ഒരു സ്വപ്നം നമുക്കിന്ന് യാഥാർത്ഥ്യമാക്കാം കേട്ടോ. അതായത് ഈസി ആയിട്ട് ഇതുപോലെ റെഡി ടു വെയർ ആയിട്ട് നമുക്ക് എങ്ങനെ മുല്ലപ്പൂ ചെയ്തെടുക്കാൻ നോക്കാം. നമ്മളിവിടെ പിച്ചിപ്പൂവിൻ്റെ ആണ് കേട്ടോ കാണിക്കുന്നത്. ഇതുപോലെ 2 ലെയറിൽ നമ്മൾ പിച്ചിപ്പൂവ് കോർത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൻ സെൻട്രൽ ക്ലിപ്പ് വേണം, അതിലേക്ക് ഒട്ടിച്ചെടുക്കാനായിട്ട് നമുക്ക് വാക്സ് ഷീറ്റും വേണം കേട്ടോ. അത് നമുക്ക് വാക്സ് ഷീറ്റ് നമ്മുടെ സെൻട്രൽ ക്ലിപ്പിൻ്റെ സൈസിനനുസരിച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങളിത് ജസ്റ്റ് നമ്മൾ വെച്ചിട്ട് അതിൻ്റെ ആ ഒരു ലെങ്ത്ത് നോക്കിയിട്ട് വിഡ്ത്ത് നമുക്ക് ആ ഒരു സെൻട്രൽ ക്ലിപ്പിൻ്റെ വിഡ്ത്ത് മതി കേട്ടോ. ഒരുപാട് കൂട്ടിയൊന്നും ഇട്ടിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ ഒരു സെൻട്രൽ ക്ലിപ്പിനേക്കാളും കുറച്ചൊന്ന് തള്ളിയിട്ടിട്ട് കട്ട് ചെയ്തെടുക്കുക. ലാസ്റ്റ് നമുക്ക് ഷേപ്പ് ചെയ്ത് ലെവലാക്കി കൊടുക്കാം. അപ്പോൾ പിച്ചിപ്പൂ കുറച്ച് ഞാൻ എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. നമ്മൾ സെൻട്രൽ ക്ലിപ്പിൻ്റെ സെൻറ്ററിൽ ഒട്ടിക്കാനായിട്ട് കുറച്ച് പിച്ചിപ്പൂവും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ജസ്റ്റ് നമ്മുടെ തലയിലേക്ക് ഒന്ന് എടുത്ത് കുത്തേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. ഒറ്റ മിനിറ്റ് കൊണ്ട് നമുക്ക് മുല്ലപ്പൂവൊക്കെ സെറ്റാക്കി കൊടുക്കാം. ഇതേ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ലെങ്ത്ത് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ അറ്റഭാഗം രണ്ടും നമുക്ക് ആ ഒരു റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് കൊടുത്ത് ഒരു ഷേപ്പാക്കി കൊടുക്കണം കേട്ടോ. ആ രണ്ടറ്റം സൈസൊക്കെ എവിടെയെങ്കിലും കൂടുതലുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ലെവലാക്കി കൊടുക്കുക. ഇനി ഇതാ അറ്റം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സെൻട്രൽ ക്ലിപ്പിൻ്റെ ആ ഒരു ഷേപ്പിലേക്ക് ആക്കി കൊടുക്കുക. ഒരു റാ ഷേപ്പിലാണ് നമ്മുടെ സെൻട്രൽ ക്ലിപ്പ് നിൽക്കുന്നത് അറ്റഭാഗം. അപ്പോൾ അതുപോലെ ആ സൈഡൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കുക. ഇനി ഇത് നമുക്ക് ഫ്ലവർ ഒട്ടിച്ച് കൊടുക്കാൻ അവിടേക്ക് ഇതുപോലത്തെ ഒരു പീസും കൂടി കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മുടെ സെൻറ്ററിൽ വരേണ്ട ഫ്ലവർ ഈ ഒരു ഷീറ്റിലേക്ക് ഒട്ടിച്ചു കൊടുക്കലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു സ്റ്റെമ്മിൻ്റെ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയണം. സ്റ്റെമ്മൊക്കെ നമ്മൾ ഒട്ടിച്ച് വെച്ചിരുന്നതാണ്. അപ്പോൾ അത് കുറച്ച് ലെങ്ത്ത് കട്ട് ചെയ്ത് കളയുക. ആ ഒരു ഷീറ്റിൻ്റെ സൈസിനനുസരിച്ച് കട്ട് ചെയ്ത് കളയുക കേട്ടോ. സ്റ്റെമ്മാണ് നമ്മൾ അതിൽ ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഫ്ലവർ അധികം പുറത്തേക്ക് നിൽക്കാത്ത രീതിയിൽ വേണം. അപ്പോൾ അതുകൊണ്ട് സ്റ്റെമ്മ് കുറച്ച് ലെങ്ത്ത് കൂട്ടി തന്നെ കട്ട് ചെയ്ത് കളയുക. ഇനി നമുക്കിതിലേക്ക് ഒട്ടിച്ച് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ B7000 ഗ്ലൂ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ B7000 ഗ്ലൂ വെച്ച് ചെയ്തോളൂ. കാരണം ഗ്ലൂ ഗൺ വയ്ക്കുമ്പോൾ ചൂടുണ്ട്. ആ ചൂട് ചെല്ലുമ്പോൾ നമ്മുടെ ഈ ഒരു ഷീറ്റ് പെട്ടെന്ന് അത് ഹീറ്റായിട്ട് ഇതിങ്ങനെ ചുരുങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം ചെയ്യുന്നവരൊക്കെ B7000 ഗ്ലൂ വെച്ച് ചെയ്താൽ മതി. കുറച്ച് ടൈം നമ്മൾ ആ ഒരു ഫ്ലവറിനെ അവിടെ പിടിച്ച് നിർത്തണം ഒട്ടാൻ വേണ്ടിയിട്ട്. ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് നിങ്ങൾ കുറച്ച് എക്സ്പീരിയൻസ് ആയതിനു ശേഷം ഗ്ലൂ ഗൺ വെച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ചൂട് ചെല്ലുന്ന സമയത്ത് ഇതിനെ ഒന്ന് ഇത് ജസ്റ്റ് ഇങ്ങനെ ചുരുങ്ങി പോവും. അപ്പോൾ അത് പെർഫെക്ഷൻ ഇല്ലാണ്ട് വരും. അപ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്യണം. അപ്പോൾ ബിഗിനേഴ്സൊക്കെ B7000 ഗ്ലൂ യൂസ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമ്മളിതിങ്ങനെ ലെയറായിട്ട് ഒട്ടിച്ചു ഒരു സൈഡ് ആദ്യം ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു കോർണറിൽ നമ്മൾ നേരെയായിട്ടൊരു ഫ്ലവർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫുള്ളായിട്ട് ഒരു സൈഡ് ലെവലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലും ഇതുപോലെ വെച്ച് കൊടുത്ത് പിന്നെ സെൻറ്ററൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്ത് പോവാം. ഹാങ് ചെയ്യാതെ നമുക്ക് സെൻറ്റർ ക്ലിപ്പ് മാത്രമായിട്ട് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് സെൻറ്ററിൽ ഒട്ടിച്ച് കൊടുക്കാം. നമുക്ക് ആ രീതിയിലും ക്ലിപ്പ് ചെയ്തെടുക്കാം കേട്ടോ, ഹാങ്ങിങ്സ് ഇല്ലാതെ. അപ്പോൾ ഇത് നമ്മൾ ഓരോന്ന് ഗ്യാപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ ഒട്ടിച്ച് പോവുക. ഗ്യാപ്പ് ഉള്ളത് ലാസ്റ്റിൽ നമുക്ക് ഫില്ല് ചെയ്ത് പോവും വേണം. അപ്പോൾ ഈ 2 സൈഡ് നിങ്ങൾ ഫസ്റ്റ് ഒട്ടിക്കുമ്പോൾ തന്നെ ഗ്യാപ്പ് ഇല്ലാണ്ട് ഒട്ടിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ അറ്റത്ത് എത്തിയിട്ടുണ്ട്. അറ്റത്ത് നമ്മൾ നേരെ വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. എങ്കിലാണ് ആ ഒരു ഭംഗി നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ ചെരിച്ച് പോയിട്ട് അറ്റത്തേക്കൊന്നും കൊടുത്തില്ലെങ്കിൽ ആ ഒരു ഭംഗി കിട്ടില്ല. ഇനി നമ്മൾ ആ ഒരു ഒട്ടിച്ചതിൻ്റെ മുകളിൽ കൂടെ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഈ ഓപ്പോസിറ്റ് സൈഡിലേക്കും കൂടി ഒട്ടിച്ച് പോവാം. അതിന് ശേഷം നമ്മൾ സെൻറ്ററിൽ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സൈഡിൽ ഒട്ടിക്കുമ്പോൾ ഞാൻ സ്റ്റെമ്മില്ലാത്തത് നോക്കിയിട്ടാണ് കേട്ടോ ഒട്ടിച്ച് കൊടുക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഷീറ്റ് ചെറുതാണ്. നമ്മൾ ആ ഒരു കറക്റ്റ് സൈസിനാണ് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഷീറ്റ് ചെറുതും കൂടി ആകുമ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലും കൂടി സ്റ്റെമ്മുള്ളത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഒട്ടിച്ചെടുക്കാനൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം സ്റ്റെമ്മില്ലാത്തതാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ സെൻറ്റർ ഇതുപോലെ ഗ്യാപ്പായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ 2 സൈഡും നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ സെൻറ്റർ ഫില്ല് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. സെൻറ്റർ ഫില്ല് ചെയ്യുമ്പോൾ എല്ലാ ഗ്യാപ്പും ഫില്ല് ചെയ്തിട്ട് നമ്മൾ നല്ല കട്ടിയിൽ തന്നെ നല്ല തിക്നെസ്സിൽ തന്നെ ഒട്ടിച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഗ്ലൂ ഗൺ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഗ്ലൂ വെച്ച് കൊടുക്കുമ്പോൾ ഒരുപാട് കട്ടിയിൽ വെച്ച് കൊടുക്കരുത്. അതും ശ്രദ്ധിക്കുക. പുറത്തേക്കൊന്നും ബൾജ് ചെയ്ത് നിൽക്കാത്ത രീതിയിൽ നല്ല നീറ്റായിട്ട് തന്നെ ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്ത് ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ റോസ് ഫ്ലവറോ അല്ലെങ്കിൽ കനകാമ്പരത്തിൻ്റെയോ ഒക്കെ ചെയ്യാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഹാങ് ചെയ്തിടുന്നതും കൂടി അങ്ങനെ രീതിയിലും കൂടി ചെയ്യാം. സിംഗിൾ ഫ്ലവർ അല്ലാതെ കനകാമ്പരമാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കനകാമ്പരവും പിച്ചിയും കൂടി മിക്സ് ചെയ്ത് ചെയ്യുക. റോസ് ആണെങ്കിൽ ഇടയിൽ റോസൊക്കെ കൊടുത്ത് അങ്ങനെ ഓരോ വെറൈറ്റി ചെയ്ത് നോക്കുക കേട്ടോ. നമ്മുടെ ഒരു ഐഡിയയ്ക്ക് അനുസരിച്ച് വെറൈറ്റി ആയിട്ട് ചെയ്ത് നോക്കാം. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അതുപോലെ തന്നെ ബെല്ലൈക്കണും കൂടി ഓണാക്കി വെച്ചോളൂ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് വരും. നമ്മുടെ ചാനലിൽ ഒരുപാട് ഇതുപോലത്തെ ഹെയർ ആക്സസറീസിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജാസ്മിൻ ഫ്ലവറിൻ്റെ മേക്കിംഗ് ക്ലാസ് ഫ്രീ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഫ്രീ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് പ്ലേലിസ്റ്റായിട്ടും ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ഫ്രീ ആയിട്ട് പഠിക്കാം. അപ്പോൾ താല്പര്യമുള്ളവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിലൊന്ന് കയറി നോക്കിക്കോളൂ. അതുപോലെ അല്ലാത്ത മേക്കിംഗ്
വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ സെൻറ്ററിലേക്കുള്ളത് ഇതുപോലെ ഒട്ടിച്ച് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇതതിൻ്റെ ബാക്ക് ഇതുപോലെയാണ് വരുന്നത്. ഈ ഗ്ലൂ ഒക്കെ ഇങ്ങനെ ഇതുപോലെ നൂല് പോലെയൊക്കെ വരും, പക്ഷേ നമുക്കതൊക്കെ വലിച്ച് കളഞ്ഞ് സെറ്റാക്കി എടുക്കാൻ പറ്റും. അതാണ് ഈ ഒരു ഗ്ലൂവിൻ്റെ പ്രത്യേകത കേട്ടോ. നമുക്കതൊക്കെ കറക്റ്റാക്കി എടുക്കാൻ പറ്റും. നമ്മളൊരു പീസ് കട്ട് ചെയ്തതും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഫ്ലവർ നമ്മൾ മാല കോർത്തത് ഒരു ഭാഗം ഇതുപോലെ കുറച്ച് ലെങ്ത്തിൽ ത്രെഡ് ഇടണം. ആ ത്രെഡാണ് നമ്മളിവിടെ ഒട്ടിച്ച് കൊടുക്കുന്നത് സെൻറ്റർ ക്ലിപ്പിലേക്ക്. അപ്പോൾ ആദ്യം നമ്മൾ അത് ഒട്ടിച്ച് കൊടുക്കണം. കുറച്ച് ലെങ്ത്തിൽ തന്നെ നിങ്ങൾ ത്രെഡ് എടുത്തിട്ട് ഒരു സൈഡ് നീട്ടിയിടുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് സെൻറ്റർ ക്ലിപ്പിൻ്റെ സെൻറ്ററിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതും ഞാൻ ഗ്ലൂ ഗണ്ണാണ്, അതായത് പെട്ടെന്ന് ഒട്ടാൻ നല്ലത് ഗ്ലൂ ഗണ്ണാണ് കേട്ടോ. ഈ ഒരു രീതിയൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒട്ടാൻ നല്ലത് ഗ്ലൂ ഗണ്ണാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു സൈഡിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ആ ഒരു ത്രെഡ് ഇതിൽ വെച്ച് കൊടുക്കുക. ത്രെഡ് വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒരുപാട് താഴത്തേക്ക് ഇറക്കിയിട്ട് വെക്കരുത്. അപ്പോൾ അവിടെ ആ ഒരു ഗ്യാപ്പ് നമുക്കവിടെ കാണും. അപ്പോൾ അതില്ലാതെ ഇതുപോലെ ഫ്ലവർ കൊണ്ട് നമ്മുടെ സെൻറ്റർ ക്ലിപ്പിൻ്റെ അടുത്തേക്ക് കുറച്ച് കയറ്റിയിട്ട് ജസ്റ്റ് വെച്ച് കൊടുക്കുക. എന്ന് വെച്ചാൽ ഒരുപാട് കയറാനും പാടില്ല. നമുക്കവിടെ സെൻറ്ററിൽ ആ ഒരു നമ്മൾ മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ സെൻറ്റർ ഷീറ്റ് ഒട്ടിച്ച് കൊടുക്കേണ്ടതുമാണ്. അപ്പോൾ അത് ഒന്ന് ലെവലാക്കി കണക്കാക്കിയിട്ട് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കാം. കുറച്ച് ലെങ്ത്ത് താഴേക്ക് നിൽക്കുന്ന രീതിയിൽ ആ ഒരു ഫ്ലവർ മുകളിൽ വന്ന് കഴിയുമ്പോൾ ഒട്ടും ഗ്യാപ്പ് ഫീൽ ചെയ്യാത്ത രീതിയിൽ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും കൂടി നമ്മുടെ ഒരു പീസും കൂടി ഒട്ടിച്ചെടുക്കണം. സെയിം രണ്ടും ഒരേ ലെവലിൽ നിൽക്കണം കേട്ടോ. അതൊക്കെയാണ് ഈ ഒരു ക്ലിപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. രണ്ട് സൈഡും ഒരേ ലെവലിൽ നിൽക്കണം. അതുപോലെ തന്നെ നമ്മളിത് ഒട്ടിച്ചത് അറിയാനും പാടില്ല. സെൻറ്ററിൽ ആ ഷീറ്റ് ഒട്ടിച്ച് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് നിൽക്കും വേണം. അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അതുപോലെ ത്രെഡ് കുറച്ച് ലെങ്ത്ത് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഒട്ടിച്ച് ഫ്ലവറിമൊന്നും ഗ്ലൂ ആവരുത്. ഇനി സെൻറ്ററിലേക്ക് നമുക്ക് ആ ഒരു ഷീറ്റ് ഒട്ടിച്ചിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ നമ്മളുടെ ഫ്ലവർ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. കാരണം ഡയറക്റ്റ് ഒട്ടിച്ച് കൊടുത്താൽ ഈ ഒരു ത്രെഡൊക്കെ നിൽക്കുന്ന കാരണം അതിനൊരു പെർഫെക്ഷൻ കുറവ് വരും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഷീറ്റ് അതിൻ്റെ മുകളിൽ ഒട്ടിച്ചിട്ട് നമ്മൾ ആ ഫ്ലവർ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് കണ്ടോ. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. ഞാൻ പറഞ്ഞു ചൂടുള്ള കാരണം അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നൊരു വളഞ്ഞ രീതിയിലൊക്കെ നിൽക്കും. പക്ഷേ അതൊന്നും കുഴപ്പമില്ല കേട്ടോ. ഹീറ്റ് ആയതുകൊണ്ടാണ്, നല്ല ഹീറ്റ് ആയതുകൊണ്ടാണ് അതങ്ങനെ നിൽക്കുന്നത്. പക്ഷേ നമ്മൾ ഇതിൻ്റെ മുകളിൽ ഫ്ലവർ ഒട്ടിച്ച് കഴിയുമ്പോൾ ആ ഒരു ഇതൊന്നും പുറത്തേക്ക് കാണുകയേ ചെയ്യില്ല. അപ്പോൾ നിങ്ങളൊന്ന് ഫൈനൽ ലുക്ക് കണ്ടു നോക്കൂ. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും എങ്ങനെയാണ് ഇത് വരുന്നതെന്നുള്ളത്. പിന്നെ ഇതിന് മുകളിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് നമ്മൾ ആ ഒരു ഷീറ്റും കൂടി ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഹെയർ ക്ലിപ്പ് കൂടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ സെൻറ്റർ ക്ലിപ്പൊക്കെ നല്ല റേറ്റിന് നമുക്ക് സെയിൽ ചെയ്യാം കേട്ടോ. ഒരു 1000 എബോ ഒക്കെ വരും. നമ്മൾ ഈ ഒരു കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പീസ് എത്ര മുഴാണെന്നുള്ളതിനനുസരിച്ചാണ് നമുക്ക് ഈ ഒരു ക്ലിപ്പിന് റേറ്റ് വരുന്നത്. ഇനി ഇതിപ്പോൾ നമുക്ക് സെയിലല്ലാതെ നമുക്ക് തന്നെ ചെയ്തെടുക്കുകയാണെങ്കിലും എത്രയാണെന്ന് നോക്കും. നമ്മൾ ഇത്രയും റേറ്റ് ഒന്നും കൊടുത്ത് ഒരു ക്ലിപ്പ് വാങ്ങിച്ച് തലയിൽ വയ്ക്കില്ല. അപ്പോൾ സ്വന്തമായിട്ട് നമുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ അതും ഒരു സന്തോഷമാണ്. നമ്മൾ ഇത്രയും ട്രെൻഡിൽ നിൽക്കുന്ന ഒരു ഐറ്റം നമ്മൾ സ്വന്തമായിട്ട് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ അതൊരു സന്തോഷമല്ലേ. അപ്പോൾ അങ്ങനെ നമ്മുടെ ക്ലിപ്പ് ഇവിടെ സെറ്റായിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ നമുക്കത് ഹാങ് ചെയ്ത് കെടുക്കുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മളെല്ലാ സൈഡും ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു മുഴക്കം വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. കറക്റ്റ് ഞാൻ എത്ര ലെങ്ത് ഉണ്ടെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സെൻറ്റർ ക്ലിപ്പ് വരുന്നത്. ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഒരു ക്ലിപ്പ് കണ്ടപ്പോൾ ഇത് എങ്ങനെ ചെയ്യും, നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല എന്നൊരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല. എന്നാൽ ഇത് ഇത്രയും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇതൊക്കെ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ആക്കി കൊടുത്തോളൂ, അവർക്കും കൂടി യൂസ്ഫുൾ ആവട്ടെ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.